السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. വിശുദ്ധ ഖുർആനും സ്വഹാബത്തും എന്നതാണല്ലോ നമ്മുടെ വിഷയം. വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ 6-ാം ദിനത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിനെ ബഹുമാനിച്ചതിൻ്റെ ചരിത്രമാണ് നമുക്ക് കേൾക്കാനുള്ളത്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെയും അത് മനഃപ്പാഠമാക്കിയവരെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറ്റാരെക്കാളും വലിയ സ്ഥാനവും മാനവുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ നാഫി' ഇബ്നു ഹാരിസ് എന്ന വ്യക്തിത്വം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മക്കയിലെ ഗവർണറായി ഇബ്നു അബ്സ എന്ന് പറയുന്ന ഒരടിമയെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ഫഖാല ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ. അദ്ദേഹം വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്ന അതിൽ അഗ്രേശ്വരനായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ആലിമുൻ ബിൽ ഫറാഇൽ, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൃത്യമായി അവഗാഹമുള്ളയാളായിരുന്നു. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫി' ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങേക്കറിയില്ലേ? ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. വിശുദ്ധ ഖുർആൻ കൊണ്ട് ചില ആളുകൾക്ക് അല്ലാഹു ഉന്നതിയും മറ്റു ചിലർക്ക് അല്ലാഹു അധോഗതിയും നൽകുമെന്നുള്ള പ്രഖ്യാപനം അങ്ങ് വായിച്ചിട്ടില്ലെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. മറ്റൊരു റിവായത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വജത്തുഹു അഖറഉഹും ലികിതാബില്ലാഹ്. വിശുദ്ധ ഖുർആൻ സുന്ദരമായി ഓതാൻ കഴിയുന്നയാളായിട്ടാണ് ഞാൻ ഇബ്നു അബ്സയെ എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല വമക്കത്തു അർദുൻ മുഹ്തദറത്തുൻ ഫഅഹ്ബബ്തു അൻ യസ്മഉ കിതാബല്ലാഹി മിൻ റജുലിൻ ഹസനിൽ ഖിറാഅ. വിശുദ്ധ മക്ക എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും സഞ്ചാര കേന്ദ്രമാണ്. എല്ലാവരും വരുന്ന ഇടമാണ്. അവിടെ വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്സയെ അവിടെ നിയുക്തരാക്കിയത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിനെ ബഹുമാനിച്ചതിൻ്റെ അതേ രീതിയെ പിന്തുടരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സൈനിക മേധാവികളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് പ്രത്യേക കാറ്റഗറി ഉണ്ടായിരുന്നു എന്നും അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കുമായിരുന്നു എന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ബസറയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ച് വിശുദ്ധ ഖുർആൻ നാട്ടുകാർക്ക് പഠിപ്പിക്കാനും ഏൽപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു 2 മാസമാകുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള പല ആളുകൾക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ആ സംഘവുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്ത് പഠിച്ച ആളുകൾക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മാനം നൽകിയിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനോടുള്ള ബഹുമാനം. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.